കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ എന്ത് നടന്നു, ഇനി വരുന്ന 5 വർഷക്കാലം ഇനി എന്താണ് നടത്താൻ പോകുന്നത്, അതിനെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ നടന്നിട്ടേ ഇല്ല. ശരി, എന്തുകൊണ്ടാണ് ജ്യോതികുമാർ ചാമക്കാല ഈ തെരഞ്ഞെടുപ്പിൽ വികസനം ഒരു ചർച്ചയാകാതെ പോകുന്നുണ്ടോ? ഇവിടെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തി ഈ സംസ്ഥാനത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കോടികൾ മുടക്കി മാമാങ്കം നടത്തിയിട്ട് പോയി. അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഈ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ എത്ര മാസം കുടിശ്ശികയുണ്ടായിരുന്നു? തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തലയ്ക്കും ദിവസം ഏതെങ്കിലും ഒരു തവണ കൂടി അഡീഷണലായി കൊടുത്തുകൊണ്ട് തീരുമോ? ഇവിടെ ക്ഷേമനിധി ബോർഡുകളിൽ അംഗമായിട്ടുള്ളവർക്ക് അവരുടെ കുടിശ്ശിക 19 മാസമായി കൊടുത്തു തീർക്കാനുണ്ട്. ഇവിടുത്തെ കരാറുകാർക്ക് 10,000 കോടി രൂപ കൊടുത്തു തീർക്കുവാനുണ്ട്. എന്തിനേറെ പറയുന്നു, ഉച്ചക്കഞ്ഞി പാചകം ചെയ്ത് വിതരണം ചെയ്ത പാചക തൊഴിലാളികൾക്ക് പോലും ഇനിയും കൊടുത്തു തീർക്കുവാനുണ്ട്. KSEB ഉൾപ്പെടെ KSRTC ഉൾപ്പെടെ നാശത്തിൻ്റെ പടുകുഴിയിലാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തകർന്നിരിക്കുന്നു. ആരോഗ്യ മേഖലയിൽ തകർച്ച ഉണ്ടായിരിക്കുന്നു. സമസ്ത മേഖലയിലും. ഈ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളൊന്നും വൈസ് ചാൻസലർമാരില്ല. ഈ സംസ്ഥാനത്തെ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ 66 എണ്ണമുണ്ട്. ഒരിടത്തും പ്രിൻസിപ്പൽമാരില്ല. അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുമെന്നേ. ആ മേഖലയിലുള്ളതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വികസനമില്ലായ്മയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഈ പറയുന്ന പ്രാദേശികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഒപ്പം ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ഇതെല്ലാം ചേർന്നുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഇത്തരം കാര്യങ്ങളെല്ലാം എല്ലാവരുടെയും മനസ്സിലുണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞത് അതിദാരിദ്ര്യമാണ്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് നാളെ അതിദരിദ്ര മുക്തമായി കേരളം മാറുമെന്ന പ്രഖ്യാപനമായിരുന്നില്ല. 64,000 ആളുകളെ കണ്ടെത്തുമ്പോൾ അതിന് നീണ്ട 4 വർഷക്കാലം നടത്തിയ പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് അതിദരിദ്രരെ കണ്ടെത്തിയത്. ഇത് ചെകുത്താൻ വേദം പോകുന്നത് പോലെയല്ലേ? 18 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാക്കി ഇട്ടിട്ട് പോയ ആളുകൾ വന്നിട്ട് ഇവിടെ പറയുകയാണ് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല. ക്ഷേമ പെൻഷൻ ഇനി 1 മാസത്തെ പോലും കുടിശ്ശികയില്ല. മാത്രമല്ല, ഞാൻ ചോദിച്ചോളട്ടെ, 1980 45 രൂപയിൽ തുടങ്ങിയ ഈ ക്ഷേമ പെൻഷനിൽ ഇന്ന് 2000 രൂപ എത്തുമ്പോൾ കോൺഗ്രസിന്റെ സംഭാവന എന്താണ്? അതിൽ 100 രൂപയുടെ പ്രഖ്യാപനം മാത്രം. മാറി വന്ന സർക്കാരുകൾ 100 രൂപയുടെ പ്രഖ്യാപനം മാത്രം നടത്തിയ ശേഷം ഈ 45 രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ 2000 രൂപയായി മാറിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർച്ചയായ ഭരണത്തിന്റെ ഭാഗമാണ് എന്ന് കാണണം. എവിടെയാണ് ആരോഗ്യ മേഖല കുഴപ്പമുണ്ടായത്? 5000 കോടിയുടെയാണ് പൊതുവിദ്യാഭ്യാസം. നിങ്ങൾ വിറ്റിട്ട് പോയില്ലേ? അത് ലാഭകരമല്ല, അൺഇക്കണോമിക് എന്ന് പറഞ്ഞ് സ്കൂളുകളടക്കം അടച്ചുപൂട്ടിപ്പോയ ഈ പറയുന്ന UDF സർക്കാരിന് ബദൽ സൃഷ്ടിക്കുകയായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. UDFന്റെ കാലത്ത് 18 മാസത്തെ കുടിശ്ശിക ഉണ്ടെന്ന് ഈ സഖാവ് തെളിയിച്ചാൽ ഞാൻ ഇന്ന് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. ഞാൻ വെല്ലുവിളിക്കുക. ഞാൻ സംസാരിക്കട്ടെ. അതുപോലെ തന്നെ എന്തെല്ലാം കാരണങ്ങളുണ്ട് ഇവിടെ. ഞാൻ പറയുന്നത്, ഈ പറയുന്ന സഖാവിന് തോമസ് ഐസക്കിന് വിശ്വാസമുണ്ടോ? തോമസ് ഐസക്കിനെ വിശ്വാസമുണ്ടെങ്കിൽ നിയമസഭയിൽ കൊടുത്ത മറുപടിയുണ്ട്. അത് കൊടുക്കാത്തതിന് സാങ്കേതികമായ കാരണങ്ങളാണെന്ന് നിയമസഭയിൽ മറുപടി കൊടുത്ത നമ്മുടെ ധനകാര്യമന്ത്രിയുടെ പേരാണ് തോമസ് ഐസക്ക്. 1. 2, അതിദരിദ്രരെ കുറിച്ച് പറഞ്ഞു. 64,000 പേരെ പട്ടിക തയ്യാറാക്കിയെന്ന് പറഞ്ഞു. ഇതേ കഴിഞ്ഞ മന്ത്രിസഭയിൽ, ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മന്ത്രി മറുപടി കൊടുത്തിട്ടുണ്ട്. GRN ഈ സംസ്ഥാനത്ത് എത്ര പേർക്കാണ് ഈ പറയുന്ന കാർഡ് AAY കാർഡുകൾ ഉള്ളത്? എത്ര പേർക്കാ? 5,95,000 പേർക്ക്. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കേണ്ടത്. നിയമസഭയിൽ ഒരു മന്ത്രി കൊടുത്ത മറുപടിയാണോ വലുത്, അതിനപ്പുറത്തേക്ക് പുറത്ത് പറയുന്നതാണോ? ഒരേ സമയം എത്ര പേർക്ക് ഒന്നിലധികം പെൻഷൻ കിട്ടിയിട്ടുണ്ട്? അതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഒറ്റ പെൻഷനെ പാടുള്ളൂ തീരുമാനിച്ചതാരാ? ഇടതുപക്ഷ സർക്കാരാ. ഒറ്റ പെൻഷനെ പാടുള്ളൂ തീരുമാനിച്ചതാരാ? ഇടതുപക്ഷ സർക്കാരാ. നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ 57 മാസത്തെ കുടിശ്ശിക, നിങ്ങൾ പറയുന്ന 1,200, 1,400, 1,600 ആയിക്കോട്ടെ, 2,500 രൂപയ്ക്ക് ബാക്കി വരുന്ന 57 മാസത്തെ കുടിശ്ശിക നിങ്ങൾ ഈ പാവങ്ങൾക്ക് കൊടുത്തു തീർക്കുമോ? ഞങ്ങൾ നിങ്ങളെ ചലഞ്ച് ചെയ്യും.